രുചിവിസ്മയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്നത് മഷ്റൂം വെച്ചിട്ടുള്ള അടിപ്പനൊരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കിഡിലിനൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് തയ്യാറാക്കേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മഷ്റൂം മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ആദ്യം മഷ്റൂം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ടാപ്പ് തുറന്ന വെള്ളത്തിൽ കഴുകിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഓരോന്നോരോന്നായിട്ട് തനിയെ കഴുകിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ബോക്സ് ബട്ടൺ മഷ്റൂമാണ്. ഏകദേശം ഒരു 400 ഗ്രാം അളവ് വരും. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലും വേണമെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാം. ഒരു പാത്രത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ഇടുക. അതിലേക്ക് ഇങ്ങനെ ഓരോന്ന് കഴുകിയെടുത്താൽ മതി. ഇട്ട് വെച്ച് കഴുകരുത്, അതിലേക്ക് നിറയെ വെള്ളം കയറും. അപ്പോൾ മഷ്റൂമിൽ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ ഇട്ട് കഴുകുമ്പോൾ ഓവറായിട്ട് അതിനുള്ളിലേക്ക് വെള്ളം കയറും. അപ്പോൾ ഇനി നമുക്കിത് ഓരോ പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം ഞാനൊരു ഇത്തിരി വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യണത്. കാരണം കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ട് കുഞ്ഞായി പോവും. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ മഷ്റൂം എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ പലർക്കും ഒരു സംശയമുണ്ട്, മഷ്റൂമിൻ്റെ ഉള്ളിൽ ഈ ബ്ലാക്ക് കളർ കേടായതാണോ? അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. എല്ലാ മഷ്റൂമിലും ഉള്ളതാണ്. നമ്മൾ വാങ്ങുമ്പോൾ ഡേറ്റ് നോക്കിയിട്ടൊക്കെ വാങ്ങുക. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങുക. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് യൂസ് ചെയ്യുക. ഒരുപാട് ദിവസം വെച്ച് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇപ്പോൾ മഷ്റൂം മുഴുവനും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കായിട്ട് ഞാനൊരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്. ഇനി ക്രഷ്ഡ് ചില്ലി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മുഴുവനെയുള്ള മുളക് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതും നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒഴിച്ചു കൊടുക്കുന്ന 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ മതി കേട്ടോ. പിന്നെ മഷ്റൂമൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതിനാണ് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെയും മുളകിൻ്റെയും കൂടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചതയ്ക്കുന്ന സമയത്ത് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെയും ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, ഒരു നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഈ ചതച്ച മുളകിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മുളകൊക്കെ കരിഞ്ഞു പോവും, ശരിക്കും അങ്ങോട്ട് മൂത്ത് കിട്ടില്ല. അപ്പോൾ സാവധാനം പതിയെ ചെറിയ തീയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. മുളക് നല്ലപോലെ മൂത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ മഷ്റൂം കഴിക്കുന്ന സമയത്ത് ആ മുളകിൻ്റെ കുത്തായിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ ഉള്ളിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആണെങ്കിലും ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. ആ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ആ മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കുക. മഷ്റൂം ചേർത്തിട്ട് വെള്ളം ഒന്നും ചേർക്കണ്ട. ആ മഷ്റൂമിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം വരും. അതിൽ നിന്ന് തന്നെ വെന്ത് നല്ല മൊരിയിച്ചെടുക്കണം നമുക്ക്. ഇതിൽ വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങോട്ട് വെള്ളമായി പോകും. പിന്നെ വറ്റിച്ചെടുക്കാനൊക്കെ ഒരുപാട് സമയം വേണം. മഷ്റൂമിൽ നിന്നുള്ള വെള്ളം തന്നെ കൊണ്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ സമയത്തൊന്നും ഉപ്പ് ചേർക്കരുത്. നന്നായിട്ട് വെള്ളമൊക്കെ വന്നാൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന സമയത്ത് വേണം ഉപ്പ് ചേർക്കാൻ. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ചെറിയ തീയിലിടണമെന്ന് മാത്രം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആ സമയത്ത് നന്നായിട്ട് വെള്ളം വരും. ചൂടാവുന്ന സമയത്ത് ഇതുപോലെ നല്ല വെള്ളം വരും കേട്ടോ. ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് വേണം വെന്ത് വരാൻ. വെന്ത് കിട്ടില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. വേറെ വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ദേ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം വരും കേട്ടോ. ഈ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ദേ നല്ലപോലെ തന്നെ വെള്ളമൊക്കെ വറ്റി വരും. ഇപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ ഏകദേശം നന്നായിട്ട് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ ഒരു 10 മിനിറ്റും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി നന്നായിട്ട് റെഡിയാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. വേറെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഉള്ള എണ്ണ തന്നെ മതി. നമ്മൾ ആദ്യം ചേർത്ത 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ മതി. ആ ഓയിലിൽ കിടന്ന് തന്നെ നല്ല മൊരിഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇതുപോലെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതേ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുവരട്ടി മസാലയൊക്കെ പൊതിഞ്ഞ് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഇത്തിരി കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റുള്ള മഷ്റൂം മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ.
അപ്പോൾ ഇതാ ഇതുപോലെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നോക്ക് എന്തൊരു മണമെന്നറിയോ. പിന്നെ ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു റിയലായിട്ടുള്ള ടേസ്റ്റ് നഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൻ്റെ കാര്യം മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.